സെൻഗുറേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് ജോൺസ് LP സ്കൂളിന്റെയും പുതുതായി പണികഴിപ്പിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 23-ന് നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലമുറകളായി നിറസാന്നിധ്യമായി പുനലൂരിന് അറിവ് പകർന്ന, പുനലൂരിനെ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു പുത്തൻ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ നാടിൻ്റെ മാതൃ സ്കൂളാണ് സെൻഗുറേറ്റി വിദ്യാലയം. നാൾക്ക് നാൾ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും ജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസം നാൾക്ക് നാൾ വർദ്ധിക്കുകയും ചെയ്ത ഈ വിദ്യാലയത്തിൻ്റെ സ്ഥലപരിമിതി വളരെ നാളുകളായി ഈ വിദ്യാലയത്തെ അലട്ടിയിരുന്നു. എന്നാൽ വളരെ വലിയ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഇപ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയാണ്. വരുന്ന ശനിയാഴ്ച, അതായത് 22-ാം തീയതി 23-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് നടക്കുക. സെൻഗുറേറ്റി സ്കൂളിൻ്റെ 60ാമത് വാർഷികമാണ്. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന 3 അധ്യാപകരുടെ യാത്രയയപ്പ് കർമ്മവും ഇവ സംയുക്തമായി നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ഈ ചടങ്ങുകൾക്ക് കൂടുതൽ മികവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആശീർവാദ ശുശ്രൂഷ, ഞങ്ങളുടെ പുതിയ കെട്ടിടത്തിൻ്റെ ആശീർവാദ ശുശ്രൂഷയും സ്കൂളിൻ്റെ 60ാമത് വാർഷികവും അത് വളരെ ഭംഗിയായ രീതിയിൽ ഞങ്ങളതിൻ്റെ ഉള്ള ക്രമീകരണങ്ങൾ മുഴുവൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 1-ാം ബ്ലോക്കിന്റെ ഉദ്ഘാടനവും 2-ാം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും പുനലൂർ രൂപത മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റാർ പൊന്നുമുത്തൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് MP സ്കൂളിന്റെ 60ാം വാർഷികം ഉദ്ഘാടനം ചെയ്തു. പീതാംബരക്കുറുപ്പ് MP, K. രാജു MLA എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോൺസൺ ജോസഫ്, ഹെഡ്മാസ്റ്റർ J. ജോൺ, PTA പ്രസിഡന്റ് P. സജീവ്, സ്റ്റാഫ് സെക്രട്ടറി ജോസ് തങ്കച്ചൻ, PTA എക്സിക്യൂട്ടീവ് അംഗം സലീം, ആൽഫ്രഡ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.